എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് വേഗം തന്നെ കാണാൻ പറ്റൂ. ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ന്യൂസ് ചാനൽ ആയിക്കോട്ടെ, എല്ലാ സ്ഥലത്തും ഇപ്പോൾ സെൻസേഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് അത് റംസി സൂയിസൈഡ് കേസ്. എന്താണ് റംസി സൂയിസൈഡ് കേസ്? ബ്രീഫ്ലി പറയാമെങ്കിൽ ഹാരിസ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനായിട്ട് ഈ റംസി എന്ന പെൺകുട്ടിയില്ല 10 വർഷത്തോളം ലവിലായിരുന്നു. അത് ഭയങ്കര ഡീപ്പ് ലവിലായിരുന്നു ഇവര് 10 വർഷത്തോളം. സോ 2019 ഇവര് എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞാണ്. ഇവരെ ഒരു ചെറിയ രീതിയിൽ എൻഗേജ്മെന്റ് വരെ നടന്നാണ്. എല്ലാ പാരന്റ്സിന്റെ ഒപ്പം അവർ രണ്ടുപേരും ഫാമിലീസിന്റെ ഒപ്പം ഒരു എൻഗേജ്മെന്റ് നടന്നത്. എന്നിട്ട് ഇപ്പൊ അവൻ പറയാണ് അവളെ ഇന്റൻഷ്യലി വേണ്ടാന്ന് അവൻ പറയാണ്. അതായത് താല്പര്യമില്ല, അവളൊപ്പം ജീവിക്കാൻ വേണ്ടി താല്പര്യമില്ല. സോ ഇന്റൻഷ്യലി ബ്രേക്കപ്പ് ചെയ്യാണ്. സോ അത് ഈ കുട്ടിക്ക് താങ്ങാൻ പറ്റില്ല. ഈ റംസി കുട്ടിക്ക് താങ്ങുന്നതിനും അപ്പുറമായിരുന്നു. 10 വർഷത്തോളം ആത്മാർത്ഥമായി ഇങ്ങനെ പ്രണയിച്ച് ജെന്യൂൻലി ഇങ്ങനെ പ്രണയിച്ച് അവസാനം പെട്ടെന്ന് സുപ്രഭാതത്തില് വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ഭയങ്കര വിഷമമുള്ള ഒരു സംഭവമാണ് ഈ ബ്രേക്കപ്പിന്റെ വിഷമം എന്ന് വെച്ചാൽ. അത് അനുഭവിച്ചവർക്ക് അറിയാം എന്തുമാത്രം വിഷമായിരിക്കുന്നു. സോ അതും 10 വർഷം എന്ന് വെച്ചാൽ ആലോചിക്കാതെ നമുക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകുന്നത്. സോ അങ്ങനെ ഇരിക്കെ ഇവിടെ ഒരുപാട് അവനോട് അതിന്റെ റീസൺ ഒക്കെ ചോദിച്ചു. ഒന്നും അവൻ വിട്ടു പറഞ്ഞില്ല. ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു, എന്നെ ഉപേക്ഷിക്കരുത്, 10 വർഷം നമ്മളിങ്ങനെ പ്രണയിച്ചതല്ലേ, പിന്നെ എന്താണ് ഇപ്പൊ, എന്താ കുഴപ്പം, ഞാൻ എന്താ ചെയ്തില്ല, ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം, അങ്ങനെയുള്ള ഒരു ഇതൊക്കെ പറഞ്ഞു. അവസാനം അവൻ വഴങ്ങിയില്ല. ഹാരിസ് പറഞ്ഞ ആള് ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. അതായത് അവളെ ഇന്റൻഷനലി ഒഴിവാക്കി വിട്ടു. അവസാനം അവന്റെ അമ്മയെ വരെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞു. അന്നേരം അമ്മ വരെ കെയർഫുൾ ആയിട്ട് നീ വേറെ ആളെ നോക്ക്, എന്റെ മോനെ വിട്ടേക്ക്, നീ സാവധാനം ഇത് കോപ്പപ്പ് ചെയ്ത് വാ, വേറെ ആളെ നോക്കണം, നീ എന്റെ മോനെ വിട്ടേക്ക്, നീ ജീവിച്ചോണം. അങ്ങനെ അവരുടെ വോയിസ് ക്ലിപ്പൊക്കെ ഇപ്പൊ വൈറലാണല്ലോ. സോ അതിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് എത്രമാത്രം വിഷമിച്ചിട്ടാണ് റംസി അവന്റെ അമ്മേനോടൊക്കെ സംസാരിക്കുന്നത്. സോ അവരൊക്കെ അവോയ്ഡ് ചെയ്തു. അവസാനം ഒരു നിവൃത്തിയിലായിരുന്നു സൂയിസൈഡ് ചെയ്തവര്. സോ ഈ റംസി സൂയിസൈഡ് റീസൺ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പറയും 10 വർഷത്തോളം പ്രണയിച്ച ഒരു പയ്യൻ ഇപ്പം പെട്ടെന്ന് വേണ്ടാകുമ്പോ ഒരുപാട് ഫീലിങ്സ് ആയിരിക്കും. ബ്രേക്കപ്പ് നടന്നപ്പോ ആ ഒരു വിഷമം താങ്ങാൻ പറ്റാണ്ട് സൂയിസൈഡ് ചെയ്താണ്. അത് മാത്രമൊന്നും റീസൺ ആക്ച്വലി അല്ല. ആ വോയിസ് ക്ലിപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ഈ റംസി എന്ന പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നു. എന്നിട്ട് കമ്പൽ ചെയ്തോണ്ട് ഈ ഹാരിസ് പറഞ്ഞ ആളില്ല അബോട്ട് ചെയ്യിപ്പിക്കാറ്. വേറെ സ്റ്റേറ്റിൽ പോയിട്ട് ആ കുഞ്ഞിനെ കളയായിരുന്നു. അവളെ കമ്പൽ ചെയ്തോണ്ട് അബോട്ട് ചെയ്യിപ്പിക്കായിരുന്നു. എന്നെ ഷോക്കായിരുന്നു. എൻഗേജ്മെന്റ് ഒക്കെ നടന്നേ, ഒരു ചെറിയ രീതിയിൽ എൻഗേജ്മെന്റ് ഒക്കെ നടന്നത്, പ്രോമിസ് ചെയ്ത മാരേജ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് ചെയ്തോണ്ട്. സോ ആ ഇതൊക്കെ ആ വോയിസ് ക്ലിപ്പ് നമ്മൾ ശ്രദ്ധിച്ചു കേട്ടാ അവള് പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ എന്നെ പ്രഗ്നന്റ് ആക്കിയതാണ്, എനിക്ക് വേറെ ജീവിതമില്ല, എനിക്ക് നിങ്ങളുടെ മോന്റെ ഒപ്പം ജീവിക്കാൻ പറ്റൂ. ആ ഒരു ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് റംസിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. ഈ ഹാരിസും അവന്റെ ഫാമിലി മാത്രമാണ് ശരിക്കും ഈ സൂയിസൈഡിലേക്ക് ലീഡ് ചെയ്യിപ്പിച്ചത് ഈ റംസി എന്ന പെൺകുട്ടി. ഞാൻ പറയും ഒരിക്കലും നമ്മുടെ സൊസൈറ്റിയാണ് ഈ റംസി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ സൂയിസൈഡിൽ ലീഡ് ചെയ്തത്. ഞാൻ കാരണം ഈ റംസി എന്ന് പറഞ്ഞ കേസില്ല, ഇതൊരു റെയർ കേസ്, ആദ്യത്തെ സംഭവമൊന്നുമല്ല, റെയർ കേസും അല്ല. അതായത് ഇത് ഇന്ത്യയിലും കേരളത്തിലൊക്കെ കോമണി നടക്കുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ ബ്രേക്കപ്പ് ചെയ്യുന്നതും സെക്സ് ബിഫോർ മാരേജും അതിൽ കുട്ടികളുടെ അബൌട്ട് എന്തൊക്കെ ഒരു കോമൺ സംഭവമാണ്. അതിൽ ചിലത് ന്യൂസ്, ചില പെൺകുട്ടിയുടെ സൂയിസൈഡ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ ന്യൂസ് ആകുന്നുണ്ട്, ചിലത് ന്യൂസ് ആകുന്നില്ല. അപ്പൊ അങ്ങനെ ന്യൂസ് ആയ ഇതാണ് റംസി കേസ്. സോ ഞാൻ പറഞ്ഞു സൊസൈറ്റി ആണ് ആ പെൺകുട്ടിയെ സൂയിസൈഡിലേക്ക് ലീഡ് ചെയ്തത്. അതെന്താ എങ്ങനെയാ വെച്ചാല് നമ്മുടെ സൊസൈറ്റിയില്ല ഈ മാരേജിന്റെ മുന്നിൽ പ്രഗ്നന്റ് ആയ സ്ത്രീകളൊക്കെ ഇല്ല, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയെങ്കിൽ അവർ അബോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ എന്തോ ഒരു വൃത്തികിട്ട ഒരു രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. നോക്ക് വല്ലാത്തൊരു അന്യഗ്രഹ ജീവിയൊക്കെ വന്ന രീതിയിലായിരിക്കും അവരുടെ നോട്ടവും ഭാവവും ഒക്കെ പെരുമാറ്റവും ഒക്കെ അങ്ങനത്തെ സ്ത്രീകളോട്. സോ അവർക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നത് അപകടം മാത്രം. എത്ര അവരെ പാരന്റ്സ് സപ്പോർട്ട് ചെയ്താറില്ല, ഈ പാരന്റ്സിനെ അവരെ കുത്തി നോവിക്കാൻ വേണ്ടി നമ്മുടെ സൊസൈറ്റി ശ്രമിക്കും. ഇവർക്ക് സൊസൈറ്റിയിൽ ഒരു പൊസിഷൻ ഉണ്ടാവില്ല. ഒരിക്കലും സൊസൈറ്റി ഇങ്ങനത്തെ സ്ത്രീകളെ ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അവൾ മാരേജിന് മുന്നേ പ്രഗ്നന്റ് ആയി, അല്ലെങ്കിൽ അവന്റെ കൂടെ സെക്ഷൽ ഇന്റർകോഴ്സ് ഏർപ്പെട്ടു. സോ അവള് പ്യൂർ അല്ല, അവള് ചീത്ത സ്ത്രീയാണ്, ആരും അവളെ സ്വീകരിക്കാൻ പറ്റില്ല. അഥവാ സ്വീകരിക്കാൻ വന്നാൽ തന്നെ നമ്മുടെ നാട്ടുകാർ പലതും പറഞ്ഞിട്ട്, സൊസൈറ്റിയിലെ ആൾക്കാർ പലതും പറഞ്ഞ് അവരെ പിന്തിരിപ്പിച്ചു വിടും. അങ്ങനത്തെ ഒരു സൊസൈറ്റിയാണ് നമ്മളിപ്പോ ഉള്ളത്.
ആ സൊസൈറ്റി കാരണം അവൾക്ക് സൂയിസൈഡ് ചെയ്യേണ്ടി വന്നത്. ഇപ്പൊ സപ്പോസ് നമ്മുടെ ഈ സൊസൈറ്റിയില്ല, അവൾ കോപ്പ് ചെയ്ത് വന്നു, അവൻ ഉപേക്ഷിച്ചിട്ടും അതായത് ബ്രേക്കപ്പ് ചെയ്തതിന് ശേഷമില്ല, അവൾ എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി മനസ്സ് സ്ട്രോങ് ആക്കി വെച്ച് കുറെ മാസം ശേഷം ജീവിക്കാൻ വേണ്ടി വരുമ്പോ ഇല്ലേ ആൾക്കാർ ഒരുമാതിരി നോക്കലും ഇതൊക്കെ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ആൾക്കാർ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. ഇവരാ ഈ ന്യൂസ് അറിഞ്ഞവരൊക്കെ ഇല്ലേ ഒരുമാതിരി നോട്ടവും അവോയ്ഡൻസ് ഒക്കെ ഉണ്ടാവും. സോ അത് ചില സമയത്ത് ചില ആൾക്കാർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവര് ഒരു വഴിയെ നോക്കൂ, സൂയിസൈഡ്. അതായത് ലോകത്ത് തന്നെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും കാണുകയും കേൾക്കുകയൊന്നും വേണ്ട, ഈ അവോയ്ഡൻസ് ഒന്നും ഉണ്ടാവില്ല, പീസ്ഫുള്ളി നമുക്ക് മരിക്കാം, ആ ഒരു തോട്ടം ഉണ്ടാവും. സോ ഇതിന്റെ മെയിൻ റീസൺ നമ്മുടെ സൊസൈറ്റിയാണ്. അതായത് മാരേജിന് മുന്നേ ഒരു ആണും പെണ്ണും സെക്സ് ചെയ്താല് അത് ഭയങ്കര ഒരു കുറ്റമാണ്. നമ്മുടെ ഇന്ത്യ മാത്രമായിരിക്കും ഈ സെക്സ് എന്ന് പറയുന്ന സംഭവമില്ലേ ഭയങ്കര തെറ്റായി കാണുന്നത്. ഒരു ചെറിയ പിള്ളേർക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന പറഞ്ഞാൽ അത് ഭയങ്കര തെറ്റാണ്. ഈ സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ മോശമാണെന്ന് ചില പൊട്ടന്മാരൊക്കെ പറയും. ഈ സെക്സ് എന്ന് പറയുന്ന സംഭവം തന്നെ ഇല്ല, എന്തോ ഒരു വലിയ തെറ്റ് ഒരു ആൾക്കാർ കാണുന്നത്. അതൊരു കോമൺ ഒരു ഹ്യൂമൻ നേച്ചറാണ് സെക്സ് എന്ന് പറയുന്ന സംഭവം. ഈ സെക്സ് എന്ന് പറയുന്ന സംഭവമില്ല ഒരാണും പെണ്ണിന് ഇഷ്ടത്തോടെ പരസ്പരം ചെയ്യുന്ന ഒരു സംഭവമാണിത്. അവർ ഇഷ്ടപ്പെട്ട പാർട്ട്നേഴ്സിനൊപ്പം ചെയ്യൂ. അതേപോലെയാണ് ഈ ഹാരിസും അതേപോലെ തന്നെ ഈ റംസി എന്ന് പറയുന്ന പെൺകുട്ടിയും ചെയ്തത്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് അവർക്ക് പരസ്പരം ഇഷ്ടമായിട്ട് അവർ ചെയ്തതാണ്. അതിൽ ഒരു തെറ്റ് നമുക്ക് റംസിനെ പറയാൻ പറ്റില്ല. ചിലവരിപ്പോ പറയുന്നുണ്ട് ഈ റംസി എന്തിനാ ഇങ്ങനെ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടാൻ പോയത്, അങ്ങനെ ചെയ്യാൻ പോയത് എന്തിനാ, അവളെ കന്യകാത്തം പോയില്ലേ. അതൊക്കെ വെറും മണ്ടത്തരാണ്. ആൾക്കാർ വെറും എന്താ പറയുക ഒരു ബോസായ തോട്ടാണ്. ഈ വേർജിനിറ്റി എന്ന കോൺസെപ്റ്റ് ഇല്ല, നമ്മളിങ്ങനെ ഗ്ലോറിഫൈ ചെയ്തില്ല, എന്തോ ഒരു സംഭവം പോലെ ആക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ സൊസൈറ്റി. അത് ഒരു സ്ത്രീക്കില്ല, അവർ കന്യകാത്ത സംഭവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് അത് ഒരു ഫസ്റ്റ് ടൈം അവര് സെക്ഷൽ ഇന്റർകോഴ്സ് ഏർപ്പെട്ട് കഴിഞ്ഞാല് പിന്നീട് അവരുടെ ജീവിതമില്ല, അവർ പ്യൂർ അല്ല ഇംപ്യൂർ അല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സൊസൈറ്റി നമ്മുടേത്. അത് അവർക്ക് സൊസൈറ്റിയിൽ ആക്സെപ്റ്റൻസ് ഉണ്ടാവില്ല, അവരെന്തോ തെറ്റ് ചെയ്ത പോലെയാണ് നമ്മൾ കാണുന്നത് അവരെ. ഇങ്ങനത്തെ ഒരു റീസൺ കാരണമാണ് റംസീനെ പോലെ പെൺകുട്ടിയുടെ സൂയിസൈഡ് ചെയ്യേണ്ടി വന്നത്. സപ്പോസ് ഇപ്പൊ നമ്മുടെ സൊസൈറ്റി ഇതൊക്കെ കോമൺ ആണെന്ന് ചിന്തിക്കുന്നത്, ഇതൊന്നും ഒരു വലിയ ഇഷ്യൂ അല്ലാന്ന് ചിന്തിക്കുന്ന സൊസൈറ്റി ആയിട്ട് ഗ്രാജുവലി ആ സിറ്റുവേഷൻ അവൾ കോപ്പപ്പ് ചെയ്ത് വന്നേ. റംസീനെ പോലെ പെൺകുട്ടികൾ അത് കോപ്പപ്പ് ചെയ്ത് വന്നേനെ. അവൻ ചതയെന്ന് മനസ്സിലാവുമ്പം അവന്റെ കൂടെ ഇനി ജീവിക്കേണ്ട, ഇനി ഞാൻ അവന്റെ കമ്പനിയില്ല എന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി, കാരണം അവൻ വെറും ദുഷ്ടനാണ്. അവന്റെ കൂടെ മാരേജ് കൂടി കഴിഞ്ഞ മാരേജ് കഴിയാത്ത എന്തോ നന്നായി, ഇപ്പോഴെങ്കിലും എനിക്ക് മനസ്സിലായിട്ട് കറക്റ്റ് സ്വഭാവം പറഞ്ഞ് കുറച്ച് ടൈം എടുക്കും, ഗ്രാജുവലി കോപ്പപ്പ് ചെയ്ത് വരും. ആ സിറ്റുവേഷൻ കോപ്പപ്പ് ചെയ്ത് സാധാ ജീവിതത്തിലേക്ക് വരും. പക്ഷെ ഇപ്പോഴുള്ള നമ്മുടെ സൊസൈറ്റിയില്ല, അങ്ങനെ വന്നാൽ തന്നെ അവര് വീണ്ടും മടിച്ചമർത്തി എന്തോ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ചില ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്സിനൊക്കെ ട്രീറ്റ് ചെയ്യുന്നില്ല നമ്മൾ, അതേപോലെ ആയിരിക്കും അവരെ ട്രീറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞല്ലേ ഈ മാരേജ് മുന്നേ സെക്സ് ചെയ്യുന്ന വെച്ചില്ല, ആ പെൺകുട്ടി ഒന്നുമില്ല ഇംപ്യൂർ ആവുന്നു അങ്ങനെയൊന്നുമില്ല. അത് നമ്മുടെ ചില പണ്ടുള്ള ആൾക്കാരൊക്കെ ഇല്ല വെറുതെ ഉണ്ടാക്കി വെച്ചൊരു കോൺസെപ്റ്റ് ആണ് ഇത്. ദൈവം നമ്മുടെ ഈ ഭൂമിയിൽ വരുന്നതിന് മുന്നേ ഉള്ള സംഭവമൊന്നും അല്ല ഈ കോൺസെപ്റ്റ്. ഈ സംഭവമൊക്കെ ഇങ്ങനെ വെർജിനിറ്റിയും അതും ഇതൊക്കെ ഇല്ല, ഭൂമി ഉണ്ടാകുന്ന സമയം മുതലേ ഉള്ളതല്ല. ഈ നമ്മള് മനുഷ്യന്മാരെന്നെ ഉണ്ടാക്കി വരുന്ന ഓരോ സംഭവങ്ങളാണ് ഈ വെർജിനിറ്റി എന്ന് പറയുന്ന സംഭവമൊക്കെ. അതായത് സ്ത്രീക്ക് എല്ലാം നഷ്ടപ്പെടാനുള്ളൂ. ഇപ്പൊ ഒരു പഴഞ്ചൊല്ലു തന്നെ ഉണ്ട്, ഇല വന്ന് മുള്ളിൽ വീഴാൻ, മുള്ളു വന്ന് ഇലയെ വീഴാൻ, കേട് ഇലക്കാണ്. അത് ഈ സ്ത്രീകളെ വെച്ചാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത്. അതായത് അത് സ്ത്രീകൾ എന്ത് ചെയ്താലും ആ കുഴപ്പം സ്ത്രീകൾക്കാണ്. സ്ത്രീ അങ്ങോട്ട് പോയി ഒരു ആണിനെ പ്രേമിച്ചാലോ അല്ലെങ്കിൽ ആണ് സ്ത്രീനെ വന്ന് പ്രേമിച്ചാലോ പ്രശ്നം സ്ത്രീക്കാണ്. എന്ത് ചെയ്താലും കുറ്റം സ്ത്രീക്കാണ്. നമ്മൾ ശരിക്കും ഒരു സെക്സിസം ആയിട്ടുള്ള സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അത് സ്ത്രീകൾ എന്ത് ചെയ്താലും അവർ തെറ്റായി കാണുന്ന ഒരു രീതി. സ്ത്രീകൾക്ക് എന്തും നഷ്ടപ്പെടാനുള്ളൂ, പുരുഷന്മാർക്കൊന്നും നഷ്ടപ്പെടാൻ ഇല്ല. അങ്ങനെ സൊസൈറ്റിയിൽ ജീവിക്കുന്നത്. നമ്മുടെ ഈ സൊസൈറ്റി കാരണമാണ് ഈ റംസീനെ പോലെ പെൺകുട്ടിയുടെ സൂയിസൈഡ് ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ എന്ന് ഈ ചിന്താഗതി മാറ്റുന്നു അന്ന് മാത്രമേ ഈ റംസീനെ പോലെ പെൺകുട്ടി സൂയിസൈഡ് ചെയ്യാണ്ട് നിൽക്കൂ. അന്നേരം മാത്രമേ അവർക്ക് ജീവിക്കാനുള്ളൊരു ധൈര്യം കിട്ടും. അല്ലാത്ത പക്ഷെ ഇതേപോലത്തെ കേസ് ഒരുപാട് ഉണ്ടാവും. പിന്നെ വേറൊരു സംഭവം, ആൾക്കാർ സ്റ്റാറ്റസ് ഇടുന്നതൊക്കെ ചില പോസ്റ്റൊക്കെ ഉണ്ട്, അത് ശരിക്കും ഒരു ബെനഫിറ്റ് സക്സസിന്റെ പാർട്ടാണ് ഈ പോസ്റ്റൊക്കെ. ഞാൻ പോസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഡിയർ സിസ്റ്റർ അല്ലെങ്കിൽ ഡിയർ ഗേൾസ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വസ്ത്രം ഒരു ലവറിന് മുന്നിൽ ഊരാൻ പാടില്ല. എന്തൊക്കെ പറഞ്ഞാലും അതായത് നിങ്ങൾക്ക് പാഡ് വാങ്ങി തരുന്നതാണ് ട്രൂ ലവർ, കോണ്ടം വാങ്ങി തരുന്നതല്ല ട്രൂ ലവർ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായി സംഭവമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കുറെ സ്റ്റാറ്റസ് ആക്കി ചെയ്തിട്ടുണ്ട്. സോ അതിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാല് കാണുമ്പോൾ നമുക്ക് അത് നമ്മളെ പെൺകുട്ടിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയായിരിക്കും, പക്ഷെ ഒരിക്കലല്ല, അതൊരു ബെനഫിറ്റ് സക്സസിന്റെ പാർട്ടാണ്. അതായത്
പുറമെ നമ്മൾ ഗേൾസിനെ സപ്പോർട്ട് ചെയ്യും, അത് ഡീപ്ലി നോക്കുമ്പോൾ ഗേൾസിനെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു രീതിയാണ്. അത് പെൺകുട്ടിയുടെ കുഴപ്പമാണ്. പെൺകുട്ടികളാണ് ശ്രദ്ധിക്കേണ്ടത്. ആൺകുട്ടികൾ അങ്ങനെ പലതും ചെയ്യും, പെൺകുട്ടികളെ ശ്രദ്ധിക്കണം. എല്ലാം പെൺകുട്ടിയുടെ കുഴപ്പമാണ്. അങ്ങനെ ഒരു രീതിയിലാണ് വരുന്നത്. ശരിക്കും ഒരാൾ പോലും ആൺകുട്ടി, അതായത് ഡിയർ ബോയ്സ്, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു പെൺകുട്ടിയെ ചതിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം ചെയ്യാൻ പാടില്ല എന്ന ഒരു പോസ്റ്റ് ഞാൻ അതൊരു കണ്ടില്ല. എല്ലാം സ്ത്രീകൾ ചെയ്യണം. സ്ത്രീകൾ സൂക്ഷിച്ചാൽ സ്ത്രീകൾക്ക് പേടിക്കണ്ട. എന്ത് തെറ്റില്ല, സ്ത്രീ സ്ത്രീ സ്ത്രീ, അങ്ങനെ ഒരു സൊസൈറ്റി നമ്മളുണ്ട്. എന്ത് കുറ്റം സ്ത്രീയുടെ മേലെ അടിച്ചേൽപ്പിക്കുക, അങ്ങനത്തെ ഒരു സൊസൈറ്റി നമ്മളിപ്പോ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ റംസിനെ പോലത്തെ കേസസ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്. ഇന്നിപ്പോ റംസി, നാളെ വേറൊരു പെൺകുട്ടി, ഇതേപോലെ ഇനിയും കേസസ് ഉണ്ടാവുകയും ചെയ്യും. ഈ സെക്സ് ബിഫോർ മാരേജും ഈ കുട്ടി ഉണ്ടാകുന്നതും ഈ പ്രഗ്നന്റ് ആവുന്നതും അബോർഷൻ ഇതൊക്കെ ഒരു കോമൺ സംഭവമാണ്. ചിലവര് അത് കോപ്പപ്പ് ചെയ്തവരും ചിലവര് കോപ്പപ്പ് ചെയ്ത് വരില്ല. ഈ കോപ്പപ്പ് ചെയ്ത് വരാൻ പറ്റാത്ത ആൾക്കാരെന്ന് വെച്ചാൽ സൊസൈറ്റി കൺസേൺഡ് ആയ ആൾക്കാർ, അതായത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ഈ സൂയിസൈഡ് അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ലാന്ന് അവര് ചിന്തിക്കുന്നത്. സോറി, അവരുടെ ചിന്ത വരുന്നത് സൂയിസൈഡ് അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ലാണ്ട്. നമ്മൾ ഈ സൊസൈറ്റി എന്ത് ചിന്തിക്കുന്നു എന്നുള്ള എപ്പോ ആ തോട്ടം മാറ്റാം, അപ്പോഴേ നമുക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ സൊസൈറ്റി ഇല്ല, നൂറ്റാണ്ട് പഴക്കമുള്ള കാലത്ത് ജീവിക്കുന്നത്. 2020 പറഞ്ഞിട്ടും കേട്ടോ, നമ്മുടെ മൈൻഡ് സെറ്റ് ഇല്ല. നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ ഒരുപാട് നൂറ്റാണ്ടുകൾ മുന്നേ ഉള്ള വർഷത്തിലാണ് ജീവിക്കുന്നത്. ആ ഒരു രീതിയിലാണ്. പിന്നെ ഈ സ്റ്റാറ്റസ് ആക്കുന്നത്, ജസ്റ്റിസ് ഫോർ റംസി എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാർ സ്റ്റാറ്റസ് ആക്കണ്ടേ. എനിക്ക് മനസ്സിലായി ഇവർ എന്തുകൊണ്ടാണ് എന്താണ് ജസ്റ്റിസ് ഉദ്ദേശിക്കുന്നത്. അവൻ തെറ്റിയത് ഓക്കെ, സൂയിസൈഡിലേക്ക് ലീഡ് ചെയ്തത് ക്രൈമാണ്, അവനെ അറസ്റ്റ് ചെയ്ത്, പിന്നെ എന്തായാലും അവർക്ക് ജസ്റ്റിസ് കിട്ടണ്ടേ. നമ്മുടെ സൊസൈറ്റിക്കാരാണ് അവർക്ക് സൂയിസൈഡ് ചെയ്യേണ്ടി വന്നത്, അത് നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മുടെ സൊസൈറ്റിക്കാരാണ് സൂയിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ സൊസൈറ്റി കറക്റ്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ അവള് ജീവനോട് ഉണ്ടാവായിരുന്നു. നമ്മളിപ്പം എല്ലാം അവര് മാത്രം കുറ്റപ്പെടുത്തിയ കാര്യമില്ല. നമ്മൾ ആ ഹാരിസും അവരുടെ കുടുംബത്തിന് മാത്രം പറഞ്ഞ കാര്യം, നമ്മള് സ്വയം തന്നെ ചിന്തിക്കാറ്. നമ്മുടെ സൊസൈറ്റി കാരണമല്ലേ ഇങ്ങനെ സംഭവിച്ചത്. നമ്മൾ പുറമേ പറയും നമ്മുടെ സൊസൈറ്റി ഒക്കെ ഡീസന്റ് ആണ്, നമ്മൾ ആക്സെപ്റ്റ് ഒക്കെ ചെയ്യുന്നു. പക്ഷെ റിയാലിറ്റിയിൽ വരുമ്പോ ഇല്ല, ഒരു സംഭവം നമ്മൾ ചെയ്യില്ല. അതാണ് നമ്മുടെ സൊസൈറ്റിയുടെ കുഴപ്പം. ഈ സ്റ്റാറ്റസ് ആക്കുന്നൊക്കെ ആൾക്കാരെ വിചാരില്ല, നമ്മളെന്തോ നന്മ ചെയ്യാന്ന നമ്മൾ ചിലവർ വിചാരിക്കുന്നത്. ഇങ്ങനെ അടുത്ത സ്റ്റാറ്റസ് ആക്കിയാ ഓ ഒരു പുതിയ കേസ്, റംസി എന്ന് പറഞ്ഞൊരു കേസ് വന്നു, പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു, ഓ കഷ്ടം ഭാവം വെച്ച് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അവൻ വെറും ദുഷ്ടൻ. ഇത് സ്റ്റാറ്റസ് ആക്കി ഇടണം. സ്റ്റാറ്റസ് ആക്കിയിട്ട് ആൾക്കാർ വിചാരിക്കും എനിക്ക് സൊസൈറ്റി ഒരു കൺസേൺ ഉണ്ട്, ലോ ചുറ്റും നടക്കുന്നത് എനിക്ക് ബോധമുള്ള ഒരു സിറ്റിസൺ ആണ്, അങ്ങനെയൊക്കെ വിചാരിക്കും. ഞാൻ പെട്ടെന്ന് സ്റ്റാറ്റസ് ആക്കാം, അങ്ങനെയൊക്കെ ജസ്റ്റിസ് കിട്ടട്ടെ എന്ന് വിചാരിച്ച ചില ആൾക്കാരില്ലേ. അങ്ങനെ ചില ആൾക്കാർ പിന്നെ സാധാരണ ഒരു ബോധമായിട്ട് ഭയങ്കര വിഷമം തോന്നി ജസ്റ്റിസ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒന്നും അറിയാണ്ട് സ്റ്റാറ്റസ് ആക്കുന്നവരുണ്ട്. ശരിക്കും സ്റ്റാറ്റസ് ആക്കിയോണ്ട് മാത്രം കാര്യമുണ്ടോ? എനിക്ക് മനസ്സിലായി. എന്നെ സ്റ്റാറ്റസ് ആക്കിയോണ്ട് മാത്രമേ ഇവർക്ക് ജസ്റ്റിസ് കിട്ടൂ. ഇനി എന്താണ് ജസ്റ്റിസ് കിട്ടാനുള്ളതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇവിടെ സൂയിസൈഡ് ചെയ്തതിന്റെ മെയിൻ റീസൺ തന്നെ നമ്മുടെ സൊസൈറ്റിയാണ്. പിന്നെ എന്ത് ജസ്റ്റിസ് ആണ് ഇവര് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ സൊസൈറ്റി കറക്റ്റ് ആണെങ്കിൽ ഇപ്പോഴും ആ പെൺകുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ സ്റ്റാറ്റസിന് ഒരു പ്രസക്തി ഇല്ല ഇവിടെ. കുറെ മുന്നേ അവര് ഐസ എന്ന് പറഞ്ഞ പെൺകുട്ടി 2-3 വർഷം മുന്നേ ഒരു അമ്പലത്തിന്റെ ഉള്ളിൽ വെച്ച് റേപ്പ് ചെയ്യപ്പെട്ടു. സോ അങ്ങനെ എല്ലാരും ഭയങ്കരമായിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റിസ് ഐസ ഗ്രൂപ്പ്സ് വരെ ആൾക്കാർ ക്രിയേറ്റ് ചെയ്തത്. എന്തിന്? ഒരു ആവശ്യമില്ല, വെറും ചീപ്പ് ഷോ. ഇങ്ങനെ ജസ്റ്റിസ് ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നില്ല, വെറും ചീപ്പ് ഷോ കാണിക്കാൻ ആൾക്കാര്. ചില ആൾക്കാർ വെറും ചീപ്പ് ഷോ ആണ് ഈ ജസ്റ്റിസ് ഫോർ എന്ന് പറഞ്ഞ ടാക്സ് പോസ്റ്റ് ഒക്കെ. ആൾക്കാരെ മുന്നിലൊന്നും കാണിക്കണം എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ സൊസൈറ്റിന്റെ ഒരു ബോധേഡായിട്ടുള്ള സിറ്റിസൺ ആണെന്ന് കാണിക്കാൻ പറ്റുന്ന വെറും ചീപ്പ് ഷോ. ശരിക്കും ഇതൊക്കെ നിർത്താനായില്ല. ഇതൊക്കെ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മൾ എപ്പോ ഇങ്ങനത്തെ തോട്ട്സ് ഒക്കെ നിർത്തുന്നു അന്ന് മാത്രമേ നമ്മളെ ഇന്ത്യ ബെറ്റർ ആവും. അന്ന് മാത്രമേ റംസീനെ പോലത്തെ പെൺകുട്ടികൾക്ക് ജീവിക്കാൻ പറ്റൂ. കാരണം നമ്മളെ സൊസൈറ്റിന്റെ പോക്കില് ഇതേ കണക്കിനാകില്ലേ ഇനിയും കുറെ വർഷങ്ങൾ കഴിഞ്ഞാലല്ലേ വളരെ മോശമായിരിക്കും. ഇതേപോലെ നമ്മുടെ സൊസൈറ്റിയുടെ തോട്ടെങ്കില് നമ്മുടെ ഇന്ത്യ ഞാൻ വീണ്ടും പറഞ്ഞു, നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് സെക്സ് എന്ന് പറയുന്ന സംഭവമില്ല എന്തോ ഒരു ക്രൈം പോലെ കാണുന്നത്. മാരേജ് ബിഫോർ സെക്സ് ഒക്കെ എന്തോ ക്രൈം പോലെ കാണുന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ്. പണ്ട് നമ്മളെ ഈ അമേരിക്ക നമ്മൾ പറഞ്ഞില്ലേ വെസ്റ്റേൺ കൺട്രീസിലൊന്നും ഈ സംഭവം ഇല്ലാന്ന്. പണ്ടൊക്കെ അമേരിക്ക അങ്ങനെ പല രാജ്യത്തും ഇതേപോലെ ഉണ്ടായിരുന്നു. ഇന്ത്യ പോലെ തന്നെയായിരുന്നു. സ്ത്രീകൾക്ക് ഒന്നിനും റൈറ്റ്സ് ഇല്ല, സ്ത്രീകളൊക്കെ താത്തിക്കെട്ടി അങ്ങനെയുള്ള സൊസൈറ്റി ആയിരുന്നു. പക്ഷെ കുറെ സ്ത്രീകൾ അതിനെതിരെ പ്രതികരിച്ച് പോരാടി ഇപ്പൊ എല്ലാം റെഡിയാക്കി അവിടുത്തെ സിറ്റിസൺസ് മാറാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാർ മാത്രം ഒന്നിനും
തരം കൊടുക്കില്ല, അത് ഒരിക്കലും മാറില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റോടെ നിൽക്കുന്നത്. സോ ഞാൻ വീണ്ടും പറഞ്ഞു, നമ്മൾ എന്ന് ഈ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്തോ, എന്ന് ഈ സൊസൈറ്റി നേരെയാണോ, അന്ന് മാത്രമേ റംസീനെ പോലെയുള്ള കേസസ് ഇനിയും ഉണ്ടാകാണ്ട് നിൽക്കൂ. അല്ലാത്ത പക്ഷം ഇതേപോലെ റംസീനെ പോലെ പല പെൺകുട്ടികളും ഇതേപോലെ സൂയിസൈഡ് ചെയ്യും. സോ നമ്മൾ ആ ചേഞ്ച് കൊണ്ടുവരണം. നമുക്ക് ഇനി എന്തെങ്കിലും ഒരു ജസ്റ്റിസ് വേണമെങ്കിൽ, ആർക്കും ജസ്റ്റിസ് വേണമെങ്കിൽ നമ്മൾ ചുമ്മാ പോസ്റ്റ് ഇട്ടോണ്ട് കാര്യമില്ല. അത്രയും നിർബന്ധം നമ്മൾ ഈ പൊളിറ്റീഷ്യൻസുമാരുടെയും ഈ ചീഫ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ, അവരൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോയി മെസ്സേജസ് ഒരുപാട് ഇടണം. അവർക്ക് നിർത്താത്ത രീതി, അവർക്ക് വെറുപ്പിക്കുന്ന രീതിയിൽ മെസ്സേജസ് ഇട്ടാൽ മാത്രമേ അവര് ബോധമുണ്ടാവും. അല്ലാത്ത പക്ഷം ഈ പോസ്റ്റ് നിങ്ങളുടെ ആരും ഒന്നും ചെയ്യില്ല. സോ ഞാൻ ഇത്രേ പറഞ്ഞു, നമ്മുടെ സൊസൈറ്റി എപ്പോൾ ചെയ്താൽ അന്ന് മാത്രമേ ലോകം നന്നാവും.